ഡെമോക്രസി അഥവാ ജനാധിപത്യം ഇതൊരു നല്ല ഭരണരീതി തന്നെയാണ്. ഇതിലും മികച്ച മറ്റൊരു ഭരണ സംവിധാനം ഉണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ വോട്ട് രേഖപ്പെടുത്തുക, നല്ല പോളിസികളുള്ള പാർട്ടിയെ, നേതാക്കളെ തിരഞ്ഞെടുക്കുക. കാരണം ഇന്ന് തിരഞ്ഞെടുക്കുന്ന ഈ ജനപ്രതിനിധികളാണ് നാളത്തെ കേരളത്തെ രൂപപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ പറയാറുണ്ട്, എവറി സൊസൈറ്റി ഗെറ്റ്സ് ദ ഗവൺമെൻറ് ഇറ്റ് ഡിസേർവ്സ്. അപ്പോൾ നമ്മൾ നന്നാകണം, എങ്കിലേ നമുക്ക് നല്ല ഭരണാധികാരികളെ കിട്ടുകയുള്ളൂ. ഈ അടുത്ത് എൻ്റെ സുഹൃത്ത് ട്രിവാൻഡ്രം ഇൻഫോസിസിൽ ജോലി ചെയ്യുന്ന സജിത് കേസി പറഞ്ഞതുപോലെ, നമുക്കിവിടെ ഇരുന്ന് അല്ലെങ്കിൽ വിദേശത്തിരുന്ന് ഒരു സ്മോളൊക്കെ അടിച്ച് ഇവിടെ ഒന്നും ശരിയാകില്ല, ഈ നാട് നന്നാകില്ല, എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണ് എന്നൊക്കെ പറയാം. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക്, നിങ്ങൾക്ക് ഈ നാട് നന്നാക്കാനുള്ള ആശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ എൻ്റെ ആശയങ്ങളുമായി യോജിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാം. അല്ലെങ്കിൽ ആ പാർട്ടിയെ തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്താം. അതുമല്ലെങ്കിൽ പുതിയ പാർട്ടി ഉണ്ടാക്കും. അത് ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. നമുക്ക് സ്കിൽഡായ പ്രൊഫഷണൽ വേണം, ടെക്നീഷ്യൻസ് വേണം. എല്ലാ തരത്തിലുമുള്ള കഴിവുള്ളവർ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസം, ചുറ്റുപാട്, ഇവയൊക്കെ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ ഉതകുന്ന ഒന്നായി മാറുക തന്നെ ചെയ്യണം. നമ്മുടെ സ്ഫടികം സിനിമയിലെ തോമസ് ചാക്കോയ്ക്ക് അവൻ്റെ അസാധാരണമായ കഴിവുകൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായവും വ്യവസ്ഥിതിയും ഇവിടെ ഉണ്ടാകണം. എന്നാൽ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഭരണ നേതൃത്വം, ദ പോളിസി മേക്കേഴ്സ് ഓർ ദ ലോ മേക്കേഴ്സ്. നാടിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിവുള്ളവരായിരിക്കണം രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും. അതിന് പരിഹാരം കണ്ടെത്താനുള്ള വിൽ പവറും ഇച്ഛാശക്തിയും അവർക്കുണ്ടാകണം. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകുക തന്നെ ചെയ്യും. അത് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ ഓർക്കുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ലിസി ജേക്കബ് IAS പറഞ്ഞൊരു കാര്യം. അവർ പറഞ്ഞിരുന്നു, ഒരു 25 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്ലാനിങ്, അതനുസരിച്ചുള്ള പ്രവർത്തനം, അതിനനുസരിച്ചുള്ള ഒരു വിഷൻ, അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയക്കാർ വളരെ കുറവാണ്. അത് ഒരു വിധത്തിൽ സത്യവുമാണ്. ഞാൻ ഓർക്കുന്നു, നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീ APJ അബ്ദുൽ കലാം 2011 പറഞ്ഞിരുന്നു, 2020 ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് നേഷനാക്കി മാറ്റാൻ കഴിയുമെന്ന്. തീർച്ചയായും നമ്മൾ ഒരുപാട് വളർന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എങ്കിലും നമുക്കൊരുപാട് ഇനിയും വളരുവാനുണ്ട്. അതുകൊണ്ട് വോട്ട് ശരിയായി ഉപയോഗിക്കുക, ശരിയായ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാറുണ്ട്. നമ്മൾ പറയാറുണ്ട്, എ ചെയിൻ ഈസ് ഓൺലി ആസ് സ്ട്രോങ് ആസ് ഇറ്റ്സ് വീക്കസ്റ്റ് ലിങ്ക്. ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു സംസ്ഥാനമായ കേരളത്തിൻ്റെ നേട്ടവും കോട്ടവും ബാധിക്കുക ഇന്ത്യയെ തന്നെയാണ്. അപ്പോൾ കേരളം വളരേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. അതുപോലെ ഇന്ത്യ വളരേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഇന്ത്യയുടെ പ്രശ്നങ്ങളും അഭിവൃദ്ധിയും ലോകത്തെയും ബാധിക്കും. നമുക്കറിയാം, ഇറാനിലെ പ്രശ്നങ്ങളും സിറിയയിലെ പ്രശ്നങ്ങളും അമേരിക്കയിലെ പ്രശ്നങ്ങളും എങ്ങനെ നമ്മളെ ബാധിക്കുന്നുവെന്ന്. കേരളവും ഇന്ത്യയും വളരണം. നമ്മുടെ ഭരണാധികാരികൾ കഴിവുള്ളവർ ആകണം. നമുക്കറിയാം, നമ്മുടെ പുതുതലമുറ വിദേശത്തേക്ക് പോവുകയാണ്. നമ്മുടെ പുതുതലമുറയും നമ്മുടെ മക്കളും വിദേശത്ത് പോകുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. അതും നമ്മുടെ നാടിന് ഗുണകരമാകില്ല. നമുക്ക് ഇവിടെ സ്വർഗമാക്കാം. എല്ലാവരും വോട്ട് ചെയ്യുക, വോട്ട് ശരിയായി വിനിയോഗിക്കുക. നമുക്ക് നമ്മുടെ ഭാവി ശോഭനമാക്കാം. നാളത്തെ കേരളം കെട്ടിപ്പടുത്താം. താങ്ക് യു.